അവൻ ചാകേണ്ടവനാ, എന്നെ ബാഡ് ടച്ച് ചെയ്തു, അവനെ കൊന്നു. പോലീസിന് മുന്നിൽ അലറി ആ 13കാരി. മുത്തച്ഛനെ തീർക്കാൻ കാമുകനും സുഹൃത്തുക്കൾക്കും റൂട്ട് മാപ്പ് ഇട്ടുകൊടുത്തത് 13കാരിയാണ്. അതായത് കൊലപാതകത്തിന്റെ എല്ലാ ആസൂത്രണവും നടത്തിയത് വെറും 13 വയസ്സുള്ള ഒരു പെൺകുട്ടി. മുത്തച്ഛനെ കൊല്ലണമെന്ന് പല തവണയാണ് കാമുകനോട് ഈ പെൺകുട്ടി പറഞ്ഞത്. എന്നാൽ അന്വേഷണം ഇപ്പോൾ പോലീസിന് ഒരു വെല്ലുവിളി കൂടി ഉയർത്തുന്നുണ്ട്. കാരണം പക്ക ക്രിമിനലുകളുടെ ഒരു സ്വഭാവം ഈ കുട്ടികളിൽ പ്രകടമാകുന്നുണ്ട്. കൊലപ്പെടുത്തിയത് മാത്രമല്ല, അത് മറയ്ക്കാൻ കൃത്യമായ പ്ലാനിങ് നടത്തി. കൊലപാതകം എക്സിക്യൂട്ട് ചെയ്തതും അതേ രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ പോലീസ് ചുറ്റിയിരിക്കുന്നത് പെൺകുട്ടിയുടെ പുതിയ മൊഴിയിലാണ്. ആദ്യ ചോദ്യം ചെയ്യലിൽ എല്ലാത്തിനും മുത്തച്ഛൻ തടസ്സമായിരുന്നുവെന്ന് ഈ പെൺകുട്ടി പറഞ്ഞിരുന്നു. അതായത് സ്വാതന്ത്ര്യം തരുന്നില്ല എന്ന്. പിന്നീട് കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ അയാൾ വൃത്തികെട്ടവനാണ്, ബാഡ് ടച്ച് ചെയ്തു, മോശമായി പെരുമാറിയെന്ന് പെൺകുട്ടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലേതാണ് സത്യം, എന്താണ് വിശ്വസിക്കേണ്ടത്? പോലീസ് ഒരു കൺഫ്യൂഷനിലാണ്. ബാഡ് ടച്ച് ചെയ്തു, അയാൾ മോശക്കാരനാണ് എന്ന മൊഴി വിശ്വാസത്തിലെടുക്കാനാകുമോ? പെൺകുട്ടിക്ക് മുൻപ് മുതലേ ഇയാളോട് കടുത്ത പകയുണ്ടായിരുന്നു. മുത്തച്ഛൻ മോശക്കാരനാണെന്ന പെൺകുട്ടിയുടെ മൊഴിയിൽ പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട കരുവാറ്റ നെടുങ്ങോലം കൊച്ചാലും കൂട്ട് സരസ്വതി നിവാസിൽ ശിവൻകുട്ടി ചെട്ടിയാരെ കുറിച്ചുള്ള കൂടുതൽ അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. എന്നാൽ അവിടെയും പോലീസിന് ഒരു വെല്ലുവിളി ഉള്ളത് ഈ കുടുംബം അയൽക്കാരുമായിട്ട് അധിക ബന്ധം പുലർത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെന്ന് അയൽക്കാർ പ്രതികരിക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായി അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നും അവർ പറയുന്നു. ഈ പെൺകുട്ടി മുൻപും വീട് വിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. മുത്തച്ഛനെ കുറിച്ചുള്ള മൊഴി സത്യമാണോ അതോ ഇവർ മെനഞ്ഞ കഥയാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ബാഡ് ടച്ച് ചെയ്തതിലെ പക വീട്ടാനാണ് എന്ന് പറയുമ്പോഴും കൊല നടത്താൻ വന്നവർ പ്രധാനമായും ലക്ഷ്യം വെച്ചിരിക്കുന്നത് സ്വർണവും പണവും അപഹരിക്കാനാണ്. 13കാരിക്ക് ശിവൻകുട്ടിയോട് നേരത്തെ തന്നെ വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നും കാമുകനോട് ഇതേപ്പറ്റി പറയുകയും വീട്ടിലെത്തി കൊലപാതകം നടത്താൻ പ്രേരിപ്പിച്ചതായും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് വ്യക്തമാക്കി. മോശമായ ഉദ്ദേശത്തോടെ ഗൃഹനാഥൻ സ്പർശിച്ചുവെന്ന് കാമുകനോട് പെൺകുട്ടി പറഞ്ഞിരുന്നു. പോലീസ് ഇപ്പോൾ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് അടുത്ത ബന്ധുക്കളെയും പുറത്തുള്ളവരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. തുടർന്ന് ചില വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. ബന്ധുവായ പെൺകുട്ടിയുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൊഴിയിലെ വൈരുദ്ധ്യം കാരണം ഒരു സംഘം സമാന്തരമായ അന്വേഷണവും നടത്തി. ഇതിലാണ് കൊലപാതക വിവരം വ്യക്തമായത്. സോഷ്യൽ മീഡിയ പല ചർച്ചകളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മുത്തച്ഛൻ മോശക്കാരനായിരിക്കും, അതാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു. ഇവനൊക്കെ അങ്ങനെ തന്നെ വേണമെന്നും ഒരു കൂട്ടർ പറയുന്നു. പെണ്ണ് പിഴയാണെന്നും ഇവളൊക്കെ എന്ത് ക്രിമിനൽ സ്വഭാവമുള്ളവളാണെന്നും നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുക്കരുത്, കൊന്നേക്കണം എന്നൊക്കെ വാദിക്കുന്ന മറ്റൊരു കൂട്ടരും ഉണ്ട്. സോഷ്യൽ മീഡിയയിലെ ഈ കീറിമുറിക്കലുകളല്ല, അന്വേഷണത്തിലൂടെ സത്യം തെളിയട്ടെ, അതാണ് ഇപ്പോഴത്തെ ആവശ്യം. 15-ാം തീയതി ശനിയാഴ്ച വൈകിട്ടാണ് ആൺകുട്ടികൾ കൊല്ലത്ത് നിന്ന് വന്നത്. കൊലപാതകം മാത്രമല്ല, സ്വർണവും പണവും അപഹരിക്കാമെന്ന് പറഞ്ഞ് പെൺകുട്ടി തന്നെയാണ് ഇവരെ സ്ഥലത്തെത്തിച്ചത്. പെൺകുട്ടിയുടെ പ്രേരണയിൽ 2 സുഹൃത്തുക്കളുമായാണ് ഈ കാമുകൻ എത്തിയത്. ശനിയാഴ്ച വൈകിട്ട് വീട്ടിലെത്തിയ പ്രതികൾ വീടിന് പിറകിലുള്ള വെന്റിലേറ്ററിന്റെ വിടവിൽ കൂടി അകത്ത് കടന്നു. തുടർന്ന് ഗൃഹനാഥനെ കീഴ്പ്പെടുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്നാണ് സ്വർണവും പണവും മോഷ്ടിച്ചത്. എല്ലാം പെൺകുട്ടിയുടെ സഹായത്തോടു കൂടി തന്നെയായിരുന്നു. കാരണം അതിനുള്ളിലേക്ക് എങ്ങനെ കയറണം, ഈ ഗൃഹനാഥന്റെ മുറി എവിടെയാണ്, സ്വർണവും പണവും എവിടെയാണ് ഇരിക്കുന്നത് തുടങ്ങിയ എല്ലാ വിവരങ്ങളും കാമുകനും സുഹൃത്തുക്കൾക്കും പറഞ്ഞു കൊടുത്തതും പെൺകുട്ടി തന്നെയാണ്. പിന്നീട് ഒരു അതിബുദ്ധി കൂടി ഈ പെൺകുട്ടി കാണിച്ചു. അതായത് ഗൃഹനാഥനെ കാണാനില്ലെന്നും വാതിൽ തുറക്കുന്നില്ല എന്നും പറഞ്ഞ് ഇടയ്ക്ക് വീട്ടിൽ വന്ന് പെൺകുട്ടി പരിശോധിച്ചിരുന്നു. ചോദ്യം ചെയ്യലിൽ തുടക്കത്തിൽ പെൺകുട്ടി ഒന്നും പറഞ്ഞിരുന്നില്ല. തുടർന്ന് ലഭിച്ച തെളിവുകൾ വെച്ചുള്ള ചോദ്യം ചെയ്യലിലാണ് കാര്യങ്ങൾ പുറത്തു പറഞ്ഞത്. സിനിമ കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടാണ് കൊലപാതകം നടത്തിയത് എന്നാണ് മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നതെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. മുളകുപൊടി വിതറിയാൽ പോലീസിനെ കബളിപ്പിക്കാമെന്ന് ഇവർ കരുതി. അതുകൊണ്ടാണ് മുളകുപൊടി അവിടെ വിതറിയത്. പിടിയിലായവർ +1-ലും +2-ലും പഠിക്കുന്ന 17-16 വയസ്സുള്ള കുട്ടികളാണ്. ഒരാൾ +1-ൽ വെച്ച് പഠനം നിർത്തി. മുതിർന്നവരെ പോലെയാണ് ഇവർ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നതെന്നും പോലീസ് പറഞ്ഞു. പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. ഡിജിറ്റൽ തെളിവുകൾ ഇതിനകം ലഭിച്ചിട്ടുണ്ട്. കൊലപാതകം നടത്തുമ്പോൾ പെൺകുട്ടി സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു. കൊലപാതക ദൃശ്യങ്ങൾ വീഡിയോ കോളിലൂടെ പെൺകുട്ടിയെ കാണിച്ചു കൊടുത്തു.
ഗൃഹനാഥന്റെ കയ്യിൽ പൈസ ഉണ്ടാകുമോ എന്ന ചർച്ചകളൊക്കെ ഇവർക്കിടയിൽ നേരത്തെ തന്നെ നടന്നിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. മറ്റു തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു. നഷ്ടപ്പെട്ട മുഴുവൻ സ്വർണവും കണ്ടെടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു ഭാഗം കൊല്ലത്ത് തന്നെയുള്ള ജ്വല്ലറിയിൽ 16,000 രൂപയ്ക്കാണ് വിറ്റത്. ഇവ കണ്ടെടുത്തിട്ടുണ്ട്. വിൽക്കാൻ സഹായിച്ച ആളെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. സംഭവവുമായി ഇയാൾക്ക് ബന്ധമില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഇക്കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണ്. കാരണം ഇവർക്ക് മറ്റെവിടെ നിന്നെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതും ഒരു സംശയമായി ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ശിവൻകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. കുറ്റകൃത്യത്തിന് മുൻപ് ശിവൻകുട്ടി ക്രൂര മർദ്ദനത്തിനിരയായി എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. തലയ്ക്ക് ശക്തമായ അടിയേറ്റിരുന്നു. ഇതോടെ തലച്ചോറിൽ ആന്തരിക രക്തസ്രാവമുണ്ടായി. അബോധാവസ്ഥയിലായ ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നും റിപ്പോർട്ടിലുണ്ട്. താടിയെല്ലിന് മുകളിലേക്ക് ആഴത്തിലുള്ള പരിക്കുകൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ട്.